എല്ലാവർക്കും നമസ്കാരം. സഫയർ എന്ന് പറയുന്ന എൻട്രൻസ് കോച്ചിങ് സെൻറ്റർ തുടങ്ങിയിട്ട് ഈ ഡിസംബർ 24 25 വർഷം തികയാണ്. ഈ 25 വർഷത്തെ ഉയർച്ചയ്ക്ക് വേണ്ടി ഇതിനോടുകൂടി ചേർന്ന് നിന്നിട്ടുള്ള എല്ലാ ടീച്ചിങ് സ്റ്റാഫുകൾക്കും നോൺ ടീച്ചിങ് സ്റ്റാഫുകൾക്കും ആദ്യം എൻ്റെ നന്ദി പറയുന്നുണ്ട്. കഴിഞ്ഞ 25 വർഷം കൊണ്ട് 2 ലക്ഷം കുട്ടികളോളം MBBSനും അതുപോലെ എൻജിനീയറിംഗ്, JEEക്ക്, അതുപോലെ IITകൾ, NITകൾ, ISER ഇങ്ങനത്തെ സ്ഥാപനങ്ങളിൽ കൊണ്ട് എത്തിക്കാൻ പറ്റിയിട്ടുണ്ട്. അതിനെ മെയിനായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഇവിടുത്തെ ടീച്ചിങ് സ്റ്റാഫുകൾ തന്നെയാണ്. പിന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് നമുക്ക് കിട്ടുന്ന ഇവിടെ നിന്ന് കിട്ടിപ്പോകുന്ന കുട്ടികളുടെ പാരൻസിൻ്റെ. സഫയർ 4 പ്രാവശ്യം കേരളത്തിൻ്റെ അകത്ത് 1ാം റാങ്ക് കരസ്ഥമാക്കിയിട്ടുണ്ട്, 2ാം റാങ്ക് കരസ്ഥമാക്കിയിട്ടുണ്ട്, JEEക്ക് അതുപോലെ റാങ്കുകൾ കരസ്ഥമാക്കിയിട്ടുണ്ട്. ഇങ്ങനെ പല മികച്ച റിസൾട്ടുകളും ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ 2022 റിസൾട്ടിൽ 700 മാർക്ക് കരസ്ഥമാക്കിയത് ഇവിടുത്തെ സെനത്ത് എന്ന് പറയുന്ന ഇൻ്റഗ്രേറ്റഡ് സ്കൂൾ ഗോയിങ് ബാച്ചിലെ കുട്ടിയാണ്. ആ കുട്ടി ഫുള്ളി സഫയറിനെ ഡിപ്പെൻഡ് ചെയ്ത് വന്നിട്ടുള്ള ആദ്യത്തെ ചാൻസിൽ പരീക്ഷ എഴുതിയ കുട്ടിയാണ്. അതോടൊപ്പം തന്നെയാണ് 677 വാങ്ങിയ കുട്ടി, 695 ഉണ്ട്, 670 ഉണ്ട്. ഇങ്ങനെ പല കുട്ടികളും ആദ്യത്തെ ചാൻസിൽ കരസ്ഥമാക്കിയവരാണ്. അപ്പോൾ സഫയർ ഇപ്പോൾ റിപ്പീറ്റർ ബാച്ചുകളിൽ നിന്ന് റാങ്ക് ഉണ്ടാക്കുന്നത് പോലെ തന്നെയാണ് ആദ്യ ചാൻസിൽ തന്നെ പല റാങ്കുകളും ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. നമ്മളെപ്പോഴും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കുട്ടികൾക്ക് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ, എയിംസിൽ, ജിപ്മറിൽ, IITകൾ, NIT ഇതിലൊക്കെ എത്തിക്കാനാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതിപ്പം നമ്മൾ 8ാം ക്ലാസ് തൊട്ട് തന്നെ തുടങ്ങേണ്ട ഒരു സൗകര്യം സഫയറിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. 8ാം ക്ലാസ്, 9ാം ക്ലാസ്, 10ാം ക്ലാസ്, 11, 12 ഒരു ബാച്ചായിട്ട് സഫയറിലോട്ട് വന്നു കഴിഞ്ഞാൽ അതിൽ 90% കുട്ടികൾക്കും ആദ്യത്തെ ചാൻസിൽ തന്നെ അഡ്മിഷൻ കിട്ടുന്നുണ്ട്. അതാണ് നമ്മുടെ സെനത്ത് ഇൻ്റഗ്രേറ്റഡ് ബാച്ച് എന്ന് പറഞ്ഞ് നടത്തുന്നത്. അതോടൊപ്പം തന്നെയാണ് റിപ്പീറ്റർ, റിപ്പീറ്റർ എന്നീ ബാച്ചുകളിൽ നിന്നും വലിയ റാങ്കുകളാണ് ഇപ്പം കരസ്ഥമാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതാണ് 25 വർഷം കൊണ്ട് സഫയറിൻ്റെ നേട്ടങ്ങൾ എന്ന് പറയും. ഇനി അടുത്ത വർഷങ്ങളിൽ നമുക്ക് ഒരു ടാർഗറ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, എത്ര റിസൾട്ട് ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളത്. അത് വരുന്ന കുട്ടികളിൽ ഒരു 90% കുട്ടികൾക്കും ആദ്യത്തെ ചാൻസ് കിട്ടാനും, റിപ്പീറ്റ് ചെയ്യുന്ന മെജോറിറ്റി കുട്ടികൾ സഫയർ ഒരിക്കലും മാർക്കിനെ ബേസ് ചെയ്തല്ല തിരഞ്ഞെടുക്കുന്നത്. സാധാരണ കുട്ടികളിൽ നിന്നുമാണ് നമ്മൾ റാങ്കുകൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അടുത്ത വർഷങ്ങളിലും അതുപോലെ തന്നെയാണ് വരുന്ന എല്ലാ കുട്ടികൾക്കും MBBS കിട്ടുകയോ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗിൽ ഹയർ റാങ്ക് ഉണ്ടാക്കാൻ വേണ്ടി വീണ്ടും ഇതേ ഊർജത്തോടു കൂടി പ്രവർത്തിക്കുന്നതാണ്. അതിന് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ആവശ്യമാണ്. നന്ദി, നമസ്കാരം.